ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലായത് കിഡ്നിക്ക് ഡാമേജ് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത്. ഞാൻ ആ കിടന്ന വാർഡിലുള്ള ആരും ഇന്ന് ജീവനോടെ ഇല്ല. രണ്ടാമത്തെ കിഡ്നിക്കും ഡാമേജ് പറ്റിയിട്ടുണ്ട്, ചിലപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ടി വരും, അതുകൊണ്ടാണ് ഡയാലിസിസ് വാർഡിലോട്ട് മാറ്റുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ സിസ്റ്റോസ്കോപ്പിക്ക് വിധേയമാക്കി. എന്നെ ഓപ്പറേഷൻ വാർഡിലേക്ക് രണ്ട് ഭാഗത്ത് മുടിയൊക്കെ മടഞ്ഞിട്ട് കൊണ്ടുപോയി. ഞാൻ മെൻ്റലി ഫിസിക്കലി ഒക്കെ തകർന്നു പോയി. വലിയൊരു പൈപ്പ് പോലുള്ളൊരു സാധനമാണ് നമ്മുടെ യൂറിനറി ആ പാസേജിലൂടെ കയറ്റി കിഡ്നിയിലേക്ക് എത്തിച്ച് അവർ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ഒരുപാട് അസുഖങ്ങൾ ഇങ്ങനെ വഴിക്ക് വഴിയായിട്ട് എന്നെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഞാൻ ഓരോ പ്രൊഡക്ട്സും ഉണ്ടാക്കിയിട്ട് പരീക്ഷിച്ച് വിജയിച്ചത്. ഓൾ ഇൻ വൺ എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ കണ്ടുപിടിച്ചത്. ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഞാൻ ആദ്യമൊക്കെ മുനിസിപ്പാലിറ്റി കയറി ഇറങ്ങി, എനിക്ക് ലൈസൻസ് കിട്ടിയില്ല. പക്ഷെ അവർ പറയുന്നത് അവരുടെ കാര്യമാണ്, നമ്മളത് ചെയ്യണം. അവർ പറയുന്ന ആ റൂൾസ് നമ്മൾ അനുസരിക്കണം. ശ്മശാനത്തിൽ അതുപോലെ തന്നെ പൊതുവഴിയിൽ ഉള്ള ആ ഒരു ഔഷധങ്ങൾക്കൊന്നും ഔഷധ വീര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ലൈഫ് ലൈനിന്റെ പുതിയ എപ്പിസോഡിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സമീറയാണ്. കോഴിക്കോട് സ്വദേശിയായ സമീറ. നമസ്കാരം. നമസ്കാരം. സമീറയെ പറ്റി പറയുകയാണെങ്കിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടും അതിനെല്ലാം ചെറുത്ത് തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരികെ വന്ന ഒരാളാണ്. അപ്പം ആ തിരികെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സമീറയുടേതായ വഴികൾ കണ്ടെത്തിയാണ് സമീറ ജീവിതത്തിലേക്ക് തിരികെ വന്നത്. അതൊരു വ്യത്യസ്തമായ ഒരു കേൾക്കുമ്പോൾ തന്നെ വളരെ ആശ്ചര്യം തോന്നുന്ന വ്യത്യസ്തകരമായ ഒരു അനുഭവ കഥയാണത്. സമീറ അതിനുശേഷം നല്ലൊരു സംരംഭം തുടങ്ങുകയും ചെയ്തു. എന്തായിരുന്നു സമീറയ്ക്ക് ശരിക്കും സംഭവിച്ചത്? 2011 എൻ്റെ രണ്ടാമത്തെ മകനെ ഡെലിവറി ശേഷമാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ക്ഷീണം വന്നപ്പോൾ എല്ലാവരും കരുതി നമ്മുടെ ഫുഡിൻ്റെ എന്തെങ്കിലും കുഴപ്പം, ഫുഡ് കുറഞ്ഞത് കൊണ്ടായിരിക്കാം എന്ന് കരുതി അവരൊക്കെ എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തു. പക്ഷേ അവർക്കൊന്നും എൻ്റെ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ച് അദ്ദേഹവും ഇതേപോലെ തന്നെ മാനസിക രോഗത്തിനുള്ള ഗുളികയാണ് എനിക്ക് തന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് മെൻ്റലി സ്ട്രെസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് വേറെ എന്തോ പ്രശ്നമുണ്ട്, ടെസ്റ്റുകൾ എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഡോക്ടർ എനിക്ക് ടെസ്റ്റിനൊക്കെ എഴുതി തരുന്നത്. അതിൽ നിന്നാണ് മനസ്സിലായത് തൈറോയിഡ് നന്നായിട്ട് കൂടിയിട്ടുണ്ടെന്ന്, അത് ബ്ലഡിലാണെന്നൊക്കെ ഉള്ളത് മനസ്സിലായത്. അങ്ങനെ അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ തൈറോയിഡ് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ മുടി മൊത്തം കൊഴിഞ്ഞു പോയി. ഒരു പെണ്ണിൻ്റെ മേഡത്തിന് തന്നെ അറിയാലോ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹെയർ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് മുഴുവൻ കൊഴിഞ്ഞു പോയത് മാത്രമല്ല, നരയ്ക്കാനും തുടങ്ങി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ കുഞ്ഞുനാൾ മുതൽ കാണുന്നുണ്ട് എൻ്റെ ഉപ്പൂപ്പ പല ലേഹ്യവും അരിഷ്ടവും കഷായമൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. ഉപ്പൂപ്പ പാരമ്പര്യ വൈദ്യനായിരുന്നു. അതെ അതെ, മൂപ്പര് സിംഗപ്പൂരിലായിരുന്നു, വൈദ്യം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാർന്നൂർ വിഷഹാരിയായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു പാരമ്പര്യമുണ്ട്. ഞാനിതൊക്കെ കണ്ടാണ് വളർന്നത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ട്രൈ ചെയ്തു നോക്കാം, അങ്ങനെയാണ് ഞാനൊരു ഹെയർ ഓയിലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എന്തും ആയുർവേദികമായിട്ടുള്ള എന്ത് സാധനങ്ങളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടില്ലല്ലോ. അപ്പം ഞാനും ഇതിൻ്റെ റിസൾട്ട് കിട്ടാണ്ടായപ്പോൾ ഇത് എന്താണ്, ഒന്നും മാറ്റം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അതിങ്ങനെ കണ്ടിന്യൂസ് തുടർന്നുകൊണ്ടേയിരുന്നു. 6 മാസം കൊണ്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ ലൈഫിൽ ഒന്നായിട്ട് ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നായിട്ടാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്നെ സമീപിച്ചുകൊണ്ടിരുന്നത്. 2014 എനിക്ക് ഫസ്റ്റ് UTI വന്നത്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പോൾ ഹസ്ബൻഡ് പ്രവാസിയാണ്. അദ്ദേഹം നാട്ടിൽ വരുന്ന സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അങ്ങനെ വിശദമായ പരിശോധനകൾക്കിടയിൽ മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്രിയാറ്റിനൊക്കെ കൂടിയിട്ടുണ്ട്. 2018 അപ്പോൾ അപ്പോഴേക്കും കുറേ ടൈം ഇങ്ങനെ കഴിഞ്ഞു പോയി. 2018 മൂപ്പര് നാട്ടിൽ വന്ന സമയത്ത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഹേമലത മാമുണ്ട്. മാമിനോട് എനിക്കൊരിക്കലും പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയുണ്ട്. എന്നെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. മാം പറഞ്ഞു, എല്ലാ ടെസ്റ്റും ചെയ്തു നോക്കണം, ഇത് ഇങ്ങനെ വർഷം തോറും ഇങ്ങനെ ഇവിടെ വന്ന് ഹോസ്പിറ്റലൈസ് ആയിട്ട് കാര്യമില്ല, എനിക്ക് മെഡിസിൻ കഴിക്കുമ്പോൾ വോമിറ്റ് ചെയ്യും. അങ്ങനെ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ക്രിയേറ്റിൻ കൂടിയിട്ടുണ്ട്, പിന്നെ കിഡ്നിക്ക് ഡാമേജ് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത്.
അങ്ങനെ മാം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ചെറിയ പ്രായമാണ്, കുട്ടികളൊക്കെ ഉള്ളതല്ലേ, വേഗം തന്നെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് കൺസൾട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ആ ഒരു കാലയളവിനുള്ളിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക നല്ല എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എന്നെ എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ ഈ ഒരു അസുഖം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും എനിക്ക് തൈറോയിഡ് മാത്രമല്ല, ഡിസ്കിൻ്റെ പ്രോബ്ലം വന്നു, യൂട്രസിൻ്റെ പ്രോബ്ലം വന്നു, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. യൂട്രസിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു. എൻ്റെ മൂത്ത മകനെ ഞാൻ പ്രസവിച്ചത് 6.5 മാസത്തിലാണ്. അയാൾ NICUവിൽ 15 ദിവസം കിടന്നിട്ടാണ് അയാളെ കിട്ടിയത്. 3 മാസത്തോളം വെള്ളം തുടിക്കാൻ പാടില്ല എന്ന് അങ്ങനെയൊക്കെ കണ്ടീഷൻസൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയാണ് അവനെ ഈ ഇന്ന് കാണുന്ന രീതിയിൽ എനർജറ്റിക് ആക്കി മാറ്റിയെടുത്തത്. അങ്ങനെ വിശുദ്ധമായിട്ടുള്ള പരിശോധനകൾക്ക് വേണ്ടിയിട്ട് മംഗലാപുരം ഹോസ്പിറ്റൽ, ഏനപ്പയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ പോകുന്നത് വരെ എനിക്കൊരു അത്ര വലിയ മാനസികമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അവർ പറഞ്ഞു ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് കൊണ്ടുപോയി കിടത്തിയത് ഡയാലിസിസ് വാർഡിലാണ്. അവർ പറഞ്ഞു ഒരു കിഡ്നി പൂർണ്ണമായും നഷ്ടപ്പെട്ടു, അത് ചുരുങ്ങി പോയിട്ടുണ്ട്, രണ്ടാമത്തെ കിഡ്നിക്കും ഡാമേജ് പറ്റിയിട്ടുണ്ട്, ചിലപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ടി വരും, അതുകൊണ്ടാണ് ഡയാലിസിസ് വാർഡിലോട്ട് മാറ്റുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷൻ കയറാൻ തുടങ്ങി. ഇനി എനിക്ക് ലൈഫില്ല എന്നൊരു ചിന്തയായി. ഞാൻ ആ കിടന്ന വാർഡിലുള്ള ആരും ഇന്ന് ജീവനോടെ ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത്. അവിടെ വെച്ചൊരു അക്കയെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടാണ് അറിയുന്നത്. ഞാൻ അവരൊരു കോണ്ടാക്റ്റ് ഉണ്ട്, മോളെ ഈ വാർഡിൽ നീ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, നീ വേറൊരു ചേച്ചിയുണ്ട്, അവരും മാത്രമേ ഇപ്പോൾ ജീവനോടെ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാവരും മരണപ്പെട്ട്. ജീവിതത്തിലേക്ക് അവർക്ക് കയറി വരാൻ പറ്റിയിട്ടില്ല. പലർക്കും പല രീതിയിലായിരുന്നു. കിഡ്നിക്ക് ക്യാൻസർ പറ്റിയ ആൾക്കാരുണ്ട്, അരിപ്പ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, ഇതേപോലെ ഡയാലിസിസ് ചെയ്തിട്ട് അതിജീവിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ആ വാർഡിൽ കിടക്കുന്ന സമയത്ത് ഞാൻ മെൻ്റലി ഒരുപാട് ഡിപ്രസ്ഡ് ആയ ഒരു സമയമായിരുന്നു. മാത്രമല്ല എൻ്റെ ഉമ്മ ആ സമയത്ത് ഹജ്ജിന് പോയ ടൈമാണ്. എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഇല്ല. ഉമ്മയുടെ അനിയത്തി ആദ്യമായിട്ട് അപ്പോഴാണ് അറിയുന്നത് കിഡ്നിക്ക് അസുഖം. അതെ, എൻ്റെ ഉമ്മയുടെ അനിയത്തിയായിരുന്നു കൂടെ ഉള്ളത്, ഹസ്ബൻഡും. അവരൊക്കെ വലിയ വിഷമത്തിലാണുള്ളത്. അപ്പോൾ എൻ്റെ ആ ഒരു മുഖഭാവം കണ്ടിട്ടാണ് അവരൊക്കെ ഉള്ളത്. ഞാനിപ്പം വളരെ പെയിൻഫുൾ ആണെങ്കിൽ അവരും ആ ഒരു രീതിയിലേക്ക്, ആ ഒരു കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഞങ്ങൾ വിചാരിക്കും ഇന്ന് ഡോക്ടർ പറയും എന്താണ് കാര്യമെന്ന്. അവരാരും ഒന്നും പറയുന്നില്ല. ഇവർ ഡിസ്കസ് ചെയ്യും, ഇംഗ്ലീഷിലും കന്നഡയിലൊക്കെ അവർ ഡിസ്കസ് ചെയ്യും. കന്നഡയിലെ അവിടുത്തെ തമിഴ്നാട് കർണാടകയിൽ തന്നെ ഏറ്റവും നല്ല ഡോക്ടറാണ് ഡോക്ടർ സന്തോഷ് പൈ. അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഞാനുള്ളത്, സാദിഖ് അലി, സന്തോഷ് പൈ, അങ്ങനെയുള്ള. അപ്പോൾ അവരിങ്ങനെ തമ്മിൽ സംസാരിക്കും, നമുക്ക് ഡയാലിസിസ് ചെയ്താലോ, അല്ലെ ഒരു കിഡ്നി റിമൂവ് ചെയ്താലോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ വിചാരിക്കും നമുക്ക് അവരുടെ ആ ഒരു ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അവർ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ്. അപ്പോൾ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ടെൻഷനായി. അങ്ങനെ എന്നെ സിസ്റ്റോസ്കോപ്പിക്ക് വിധേയമാക്കി. സിസ്റ്റോസ്കോപ്പി എന്ന് പറഞ്ഞാൽ അത് മയക്ക് തന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് അവർ മയക്ക് തരാണ്ട് എന്നെ ഓപ്പറേഷൻ വാർഡിലേക്ക് 2 ഭാഗത്ത് മുടിയൊക്കെ മടഞ്ഞിട്ട് കൊണ്ടുപോയി. അതെൻ്റെ മറ്റേ കിഡ്നിയും നഷ്ടപ്പെടണ്ട എന്ന് കരുതിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കരുതി ഇനിയും ഞാൻ ജീവിതത്തിലേക്ക് വരില്ല എന്ന് ഞാൻ എന്താ പറയുക പൂർണ്ണമായിട്ട് വിശ്വസിച്ചൊരു സമയമായിരുന്നത്. ഞാൻ മെൻ്റലി ഫിസിക്കലി ഒക്കെ തകർന്നുപോയി. കാരണം എൻ്റെ ചെറിയ മോനെ വിചാരിച്ചിട്ടാണ് എനിക്ക് സങ്കടം. അവൻ ആ സമയത്ത് ഒരു 8 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനായിട്ടില്ല. മൂത്ത ആൾക്ക് എന്നാലും കുറച്ചൊരു പ്രാപ്തിയായിട്ടുണ്ട്. അപ്പോൾ മക്കളെ വിചാരിച്ച് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ മക്കളെ ആര് നോക്കും, ആ ഒരു ചിന്തയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ തളർത്തിയിരുന്നത്. ഞാൻ മെൻ്റലി ശരിക്കും തളർന്നു പോയിട്ടുണ്ട്. ആ സിസ്റ്റോസ്കോപ്പി ചെയ്യാൻ പോയി കൊണ്ടുപോയപ്പോൾ അവിടുന്ന് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. വലിയൊരു പൈപ്പ് പോലെയുള്ളൊരു സാധനമാണ് നമ്മുടെ യൂറിനറി ആ പാസേജിലൂടെ കയറ്റി കിഡ്നിയിലേക്ക് എത്തിച്ച് അവർ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ഒരു സെഡേഷനും ഇല്ലാണ്ട് പച്ചയ്ക്കാണ് ചെയ്തത്. ഞാൻ ബഹളം വെക്കുന്നുണ്ട്, എനിക്ക് വലിങ്ങനൊക്കെ അറിയാൻ തോന്നില്ല. എല്ലാം ചെറിയ ചെറിയ കുട്ടികളാണ്, ചെറുപ്പക്കാരാണ്, നല്ല സുന്ദരന്മാരായിട്ടുള്ള ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരുടെ മുന്നിൽ നമ്മളെങ്ങനെ കരയാന്നുള്ള രീതിയിൽ എങ്കിലും മനുഷ്യനല്ലേ, സഹിക്കാൻ പറ്റുന്നതിനൊരു പരിധിയില്ല. അപ്പോൾ ഈ സിസ്റ്റോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്കുള്ള മുന്നോട്ടുള്ള എൻ്റെ ലൈഫ് എങ്ങനെ പോകണം എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടത്. 3 ദിവസം മൂത്രത്തിൽ പമ്പൊക്കെ ഇട്ട് ബെഡിലായിരുന്നു. എനിക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റിയിരുന്നില്ല.
ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ റിലേറ്റീവ്സിൻ്റെയും ഒക്കെ ആ ഒരു വാല്യൂ ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഡോക്ടേഴ്സ് എനിക്ക് അവിടെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു മെഡിസിൻസും ഇനി യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ അതിൻ്റെ മുന്നേ ഒക്കെ ഈ വെരിക്കോസ് വെയിന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മൊത്തം ഡാമേജ് ആണ്. എന്തൊക്കെ അസുഖങ്ങൾ ഇല്ല എന്ന് ചോദിക്കണം. ഒരുപാട് അസുഖങ്ങൾ ഇങ്ങനെ വഴിക്ക് വഴിയായിട്ട് എന്നെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഞാൻ ഓരോ പ്രൊഡക്ട്സും ഉണ്ടാക്കിയിട്ട് പരീക്ഷിച്ച് വിജയിച്ചത്. അപ്പോൾ ആ സമയത്തും എൻ്റെ ഈ ഒരു സംരംഭം ഞാൻ തുടങ്ങിയ സമയത്തോ അല്ലെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്ത സമയത്തോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നൊന്നും ഞാൻ കരുതിയിട്ടേ ഇല്ല. എൻ്റെ ഓരോ പ്രശ്നങ്ങൾക്കുള്ള ഓരോ സൊല്യൂഷനാണ്. ആ മംഗലാപുരത്ത് കിടക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ വിഷമിച്ചിരിക്കാനേ നമുക്ക് സമയം ഉണ്ടാവും. നമ്മൾ എത്ര കാലം ജീവിച്ച് ഇരിക്കും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പം ഉള്ള കാലത്ത് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഹാപ്പി ആക്കി നിർത്താൻ നമുക്ക് കഴിയും. നമ്മൾ എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോവാം. നമ്മൾ ആ ജീവനോടുള്ള സമയത്ത് ചെറിയ ഒരു ചലനങ്ങളെങ്കിലും, നമ്മൾ മരിച്ചുപോയി കഴിഞ്ഞാൽ ആൾക്കാർ അവൾ ഇന്ന കാര്യം നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടാണ് പോയത് എന്ന് പറയുമല്ലോ. അങ്ങനെയാണ് അവിടുന്ന് ഞാൻ എടുത്ത ഒരു തീരുമാനമാണ്, ഇനി ഞാൻ ജീവിതത്തിൽ വിഷമിക്കൂല എന്നുള്ളത്. എൻ്റെ അസുഖത്തെ പറ്റി ഓർത്തോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങളെ പറ്റി ഓർത്തോ ഫിനാൻഷ്യലായാലും ഏത് കാര്യത്തിലായാലും ഞാൻ വിഷമിക്കില്ല എന്നുള്ളൊരു തീരുമാനം ഞാൻ മെൻ്റലി എടുത്തതാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ നിങ്ങളെ മുന്നിലിരുന്ന് ഇതുപോലെ സംസാരിക്കാൻ കഴിയുന്നത്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സംരംഭകയാകാം എന്ന് തീരുമാനിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ 2012 ആണ് ഞാൻ ഫസ്റ്റ് ഈ ഹെയർ ഓയിൽ, എൻ്റെ മുടിയൊക്കെ നശിച്ചു പോയൊരു സമയത്ത് ഞാൻ ഉണ്ടാക്കിയത്. അന്ന് ഉണ്ടാക്കിയ സമയത്തും വെറും ഒരു 10-15 പച്ചമരുന്നുകളെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് നന്നായിട്ട് തലവേദനയും ജലദോഷമൊക്കെ വന്നു. അപ്പം എൻ്റെ ഇതിൻ്റെ അകത്ത് ചേർത്ത മെഡിസിൻസ് പോരാ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പല വൈദ്യന്മാരെയും കോണ്ടാക്ട് ചെയ്ത് എൻ്റെ ഉപ്പൂപ്പ എഴുതി വെച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പല സ്ഥലത്തു നിന്നായിട്ട് ഗ്രന്ഥങ്ങൾ കളക്ട് ചെയ്ത് എനിക്കിതിനോടുള്ള ഭയങ്കരമായിട്ട് താല്പര്യമാണ്. എങ്ങനെ ഒരു നല്ല ഒരു എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, എനിക്ക് വേണ്ടി നല്ലൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ സ്വന്തം പരീക്ഷണം. അങ്ങനെ 6 മാസം ഞാനത് യൂസ് ചെയ്തു. ഈ തലവേദന അത് യൂസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് എനിക്ക് തലവേദന വന്നു. കാരണം ഞാൻ അത്രയും സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ എന്ന ഒരു രോഗവും കൂടി എന്നെ പിടിമുറുക്കി. അപ്പം അതിനുള്ള സൊല്യൂഷനും കൂടി എല്ലാം ഓൾ ഇൻ വൺ എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ കണ്ടുപിടിച്ചത്. ഇന്നിപ്പോൾ 33 തരം ഔഷധങ്ങൾ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കിയ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടനുണ്ട്, മുല്ലക്കുളം ബാബേട്ടൻ. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹമാണ് എൻ്റെ ഫസ്റ്റ് സെയിൽസ്മാൻ. മൂപ്പര് ആ ഒരു DTP സെൻ്ററൊക്കെ നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് എന്തുകൊണ്ട് ഇത് ഒരു ബിസിനസ് ആക്കിക്കൂടാ? ആ ഒരു ഐഡിയ മൂപ്പരാണ് തന്നത്. അങ്ങനെ ഫസ്റ്റ് കസ്തൂരി ഹെയർ ടോണിക് എന്ന പേരിലാണ് എൻ്റെ ഹെയർ ഓയിൽ പുറംലോകം കാണുന്നത്. ഞാൻ ചോദിച്ചു, ബാബുടാ ഞാൻ എങ്ങനെ ഇത് വിൽപ്പന നടത്തുക? എനിക്ക് മാർക്കറ്റിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ സെയിൽസിനെ പറ്റിയോ ഒന്നും അറിയില്ല. അപ്പോൾ പറഞ്ഞ് ഞാനുണ്ട് മോളെ കൂടെ എന്ന് പറഞ്ഞ് ആ ഒരു വാക്കിൻ്റെ മോളാണ് സ്റ്റാർട്ട് ചെയ്തത്. മൂപ്പര് ആദ്യം ഒരു വർഷം കൊണ്ട് 8 ലിറ്റർ ഹെയർ ഓയിൽ എനിക്ക് സെല് ചെയ്തതാണ്. പിന്നെ ഞാൻ ഈ ഒരു അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് എനിക്ക് താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ട വന്നു. പിന്നെ മംഗലാപുരത്തെ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്താണ് അവിടുന്ന് ഞാനെടുത്ത തീരുമാനങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് വിഷമിക്കരുത്, രണ്ടാമതെന്ന് പറയുന്നത് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ആർക്കും ഫിനാൻഷ്യലി ഒന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലായിരിക്കും. പക്ഷെ നല്ല സംസാരം കൊടുക്കാം, നല്ല ബിഹേവിയർ കൊടുക്കാം, നല്ല കാര്യങ്ങൾ, നമുക്കറിയുന്ന കാര്യങ്ങൾ, ഞാനെല്ലാം തികഞ്ഞ ആളല്ല എങ്കിലും എനിക്കറിയുന്ന കാര്യങ്ങളും ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് അവരെ ഒന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാം എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സംരംഭം സ്റ്റാർട്ട് ചെയ്യണം, അതെൻ്റെ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായി മാറി. ഹസ്ബൻഡിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ആരോഗ്യപരമായിട്ട് വളരെ വീക്കാണ്, എനിക്ക് ഒരു വർക്കും ചെയ്യാൻ പാടില്ല, വെയിറ്റുള്ള ഒരു സാധനം എടുക്കാൻ പാടില്ല, ഓടിച്ചാടി ഒന്നും ചെയ്യാൻ പാടില്ല, ഉറക്കൊഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ഇനി മുന്നോട്ടുള്ള എൻ്റെ ലൈഫിൽ. അതുമാത്രമല്ല മിയാറ്റൽ ഡയലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. നമ്മളെ ഈ യുറിത്ര ആ ഒരു യൂറിൻ പാസേജിനെ ഓപ്പറേഷനിലൂടെ അല്ലാണ്ട് വണ്ണം വെപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ചെയ്തിട്ടില്ല എങ്കിൽ റിവേഴ്സ് ആയിട്ട് യൂറിൻ കിഡ്നിയിലേക്ക് കയറിയിട്ടാണ് എൻ്റെ ഒരു കിഡ്നി ഓൾറെഡി നഷ്ടപ്പെട്ടത്. തൈറോയിഡും ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ടാണ് നഷ്ടപ്പെട്ടത്. അത് ജന്മന ചെറുതും ആയിരുന്നു. അപ്പോൾ മറ്റേതും എങ്കിലും നഷ്ടപ്പെടാണ്ട് ഞങ്ങൾക്ക് നിന്നെ വേണം, അതുകൊണ്ട് വേണ്ട എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ
വിഷമിച്ചിരിക്കും എന്ന് മൂപ്പർക്ക് തോന്നിയ സമയത്ത് മൂപ്പര് ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം എഴുതാറുണ്ടായിരുന്നു. അങ്ങനെ കോട്ടയത്ത് മലയാള കവിതാ സാഹിത്യ ഗ്രൂപ്പിന്റെ കോട്ടയത്തുള്ള ഒരു പ്രോഗ്രാമിലേക്ക് അവിടെ സുജിത് പത്മനാഭൻ തിരുവാർപ്പ് അവരൊക്കെ അടങ്ങുന്ന ഒരു അഡ്മിൻ പാനലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എന്നെ കൊണ്ടുപോയി എൻ്റെ ഒരു കവിത ആ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി അതിനൊക്കെ പങ്കെടുപ്പിച്ച് ഞാൻ ഓൾറെഡി എൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ പെണ്ണുങ്ങളൊരു സ്വഭാവം അങ്ങനെയാണല്ലോ. ഞാൻ ചെവിതല കൊടുത്തിട്ടില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എനിക്കത് സ്റ്റാർട്ട് ചെയ്യണം, നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ അലട്ടിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോഴേക്കും എന്റെ കസ്റ്റമർ ഒക്കെ പോയിട്ടുണ്ട്. ഈ സംരംഭം തുടങ്ങിയപ്പോൾ ഹെയർ ഓയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? അല്ല, ഞാൻ ആ ഹെയർ ഓയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ താളിയൊക്കെ തേക്കുമ്പോൾ എനിക്ക് തണുപ്പ് പിടിക്കും. അപ്പൊ ഞാൻ ഷാമ്പു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, ഷാമ്പുവും സോപ്പും ഒക്കെ. കാരണം ഈ പയറുപൊടിയും കടലക്കപ്പൊടിയും ഒക്കെ യൂസ് ചെയ്യാൻ എനിക്ക് ഇത്തിരി മടിയാണ്. എനിക്ക് വേഗം കാര്യങ്ങൾ കഴിയണം, നമ്മൾ പണികളൊക്കെ എളുപ്പമാവണം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മുൾട്ടാനി മിട്ടിയൊക്കെ വെച്ചിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പതയൊന്നുമില്ല. അതുകൊണ്ട് പതയുള്ള ഒരു സോപ്പിന് വേണ്ടിയിട്ടുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇന്ന് കാണുന്ന സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പൊ എത്ര പ്രോഡക്ട്സുകൾ സെല് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഏകദേശം 40-ൽ കൂടുതൽ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നുണ്ട്. ഈ ആയുർവേദ ഉൽപ്പന്നങ്ങൾ, സോപ്പും ഷാമ്പൂ ഒന്നും അല്ലാതെ, എണ്ണയൊന്നും അല്ലാതെ വേറെ എന്തൊക്കെ പ്രോഡക്ട്സുകളുണ്ട്? ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഹെയർ ഓയിൽ നിന്നാണെന്ന്. ഹെയർ ഓയിൽ, അതേപോലെ തന്നെ ഈ മൈഗ്രെയിൻ അലർജിയൊക്കെ, എൻ്റെ ചെറിയ മോന് അലർജിയുടെ പ്രോബ്ലം ഉണ്ട്. അപ്പം അവന് വേണ്ടിയിട്ടാണ് അലർജി മൈഗ്രെയിൻ ഓയിൽ കണ്ടുപിടിച്ചത്. അതിനുശേഷം പിന്നെ മുക്കുറ്റി ലേഹ്യം, പക്ഷെ അത് നിലവിൽ സെല്ല് ചെയ്യുന്നില്ല, ആവശ്യക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ, അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. മുക്കുറ്റി ലേഹ്യമുണ്ട്, ചവനപ്രാശയുണ്ട്, നെല്ലിക്ക ലേഹ്യമുണ്ട്, ഈന്തപ്പഴം ബദാം ലേഹ്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചോളം, പഴയ കാലത്ത് അംഗനവാടികളിലൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോളം ഉണ്ട്, എനിക്കും ഇഷ്ടമായിരുന്നു അത്. എൻ്റെ അനിയത്തീനെയൊക്കെ അവിടെ അംഗനവാടിയിൽ നമ്മൾ കൊണ്ടൊക്കെ പോയാൽ അവരുടെ അടുത്ത് പറയൂല, പക്ഷെ അവർ ചോദിക്കും വേണമെന്ന് വെച്ചാൽ വേണ്ടാന്ന് പറയൂല. ആ ഒരു ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പക്ഷെ ആ ഒരു ടേസ്റ്റിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഫുഡ് പ്രോഡക്ട്സുകളൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഫുഡ് പ്രോഡക്ട്സ് ഈ കാണുന്ന ഞാൻ ഇപ്പോൾ പറഞ്ഞ അതുപോലെ തന്നെ മുത്താറി, അങ്ങനെയുള്ള പിക്കിൾസ്, എല്ലാ തരം പിക്കിൾസും. ഇന്ന് നിലവിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു പിക്കിളും കൂടെ എൻ്റെ കയ്യിലുണ്ട്, ഉണ്ണിക്കാമ്പ്. ഉണ്ണിക്കാമ്പ്, നമ്മുടെ വാഴയുടെ കാമ്പില്ലേ, ബൾബ്, വൈറ്റ്, അതിനെ കൊണ്ട് ഈ അസിഡിറ്റി മാറാനുള്ള ഒരു അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മൾ അത് കുറച്ച് ഹെർബലായിട്ട് ചെയ്യണമല്ലോ. ആ ഒരു ലോജിക്കിലാണ് ആ ഉണ്ണിക്കാമ്പ് അച്ചാറും. പിന്നെ അതേപോലെ തന്നെ ശതാവരി, പിന്നെ കാന്താരി, അങ്ങനെയുള്ള എല്ലാ ഇങ്ങനെ ഹെർബലായിട്ടുള്ള കറ്റാർ വാഴ, അങ്ങനെയുള്ള അച്ചാറുകളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ആദ്യം മാർക്കറ്റിംഗ് തന്നെ വലിയ പ്രശ്നമായിരുന്നു എന്നുള്ളത്. ഇപ്പൊ എങ്ങനെയാ അത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ നമ്മുടെ ഒരു കുടുംബ സുഹൃത്തുണ്ട്, മിസ്റ്റർ സംറോജ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ വടകര റെയിൽവേ സ്റ്റേഷനിൽ എടാ ഒരു സ്റ്റാള് വരുന്നുണ്ട്, നീ ഒന്ന് ജസ്റ്റ് അവിടെ പോയിട്ട് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഭയങ്കര മടിയുമാണ്. കാരണം ആ സമയത്തൊന്നും എനിക്ക് അങ്ങനെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനോ ഒരാളുടെ അടുത്ത് ഇടിച്ചു കയറി സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ നമ്മൾ പലചരക്ക് സാധനങ്ങൾ മേടിക്കുന്ന ഷോപ്പിലാണ് ഇവനുള്ളത്. അപ്പോൾ ഇയാൾ നിരന്തരം ഇതൊക്കെ പറഞ്ഞ് എൻ്റെ ഉമ്മാൻ്റെ അടുത്തും പറഞ്ഞു, ഒന്ന് അവളുടെ അടുത്ത് പറയേ, ഒന്ന് പോയി നോക്കാൻ ജസ്റ്റ്. അങ്ങനെ ഇവരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ വടകര റെയിൽവേ സ്റ്റേഷനിൽ കൊമേഴ്ഷ്യൽ സൂപ്പർവൈസറാണ് പോയി കാണുന്നത്. അപ്പോൾ അദ്ദേഹം പിന്നെ എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. ഇവിടെ പുതിയ സ്റ്റാള് ഓപ്പൺ ചെയ്തിട്ടില്ല, പക്ഷെ ഇപ്പം നിങ്ങൾ പുറത്ത് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യണം. അതും എനിക്ക് വലിയ ചമ്മലായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയുടെ ഇടത്തുണ്ട് നഫീസ എന്ന് പറഞ്ഞിട്ടുള്ള, അവർ പറഞ്ഞു ഞാനുണ്ട് കൂടാന്ന് പറഞ്ഞു. അങ്ങനെ അവരും ഞാനും ഒക്കെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അവിടെ സ്റ്റാളിട്ട് 2 ആഴ്ചത്തേക്കായിരുന്നു 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിയാണ് ആ ഒരു സംഭവം 780ഓളം റെയിൽവേ സ്റ്റേഷനുകളിൽ കൊണ്ടുവന്നത്. മേക്ക് ഇൻ ഇന്ത്യ ആ ഒരു പദ്ധതിയിൽ പെട്ട് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുവരാനും അവരുടെ പ്രൊഡക്ട്സ് സെല് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവർ തന്നിരുന്നത്. അങ്ങനെ ഈ സെല് ചെയ്യുന്ന സമയത്ത് എൻ്റെ കുറേ പ്രൊഡക്ട്സ് എനിക്ക് നഷ്ടമായി. കുറേ ആൾക്കാർ റഷ് ചെയ്ത് വന്നിട്ട് എൻ്റെ ഹെയർ ഓയിലും ഷാമ്പുവും സോപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയി. നമുക്ക് എല്ലാവരെയും ഒന്നും പെട്ടെന്ന് നോക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ കൊമേഴ്ഷ്യൽ ഇൻസ്പെക്ടർ വന്നപ്പോൾ ഈ കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉദ്ഘാടനം ആവാറായി, തൽക്കാലം അവർക്ക് വിട്ടുകൊടുത്തേക്ക് സ്റ്റാള്. അങ്ങനെ ആ സ്റ്റാളിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മയും ഉമ്മയൊക്കെ കൂടിയാണ് അവിടെ സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തത്. ആ സ്റ്റാൾ കിട്ടിയതിന് ശേഷം
പിന്നെ ഇങ്ങോട്ട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പലരും എവിടങ്ങളിലൊക്കെയാണ് ഇത് ഇപ്പൊ വിൽപ്പന നടത്തുന്നത്? എത്ര സ്ഥലങ്ങളിൽ ഓൾ ഇന്ത്യ കൊറിയർ ലഭ്യമാണ്. പിന്നെ എൻ്റെ വാട്സപ്പ് ത്രൂവും ഇൻസ്റ്റയിലൊന്നും ഞാൻ അധികം ആക്റ്റീവ് അല്ല എങ്കിലും ഇൻസ്റ്റ ത്രൂവും വാട്സപ്പ് ത്രൂ ആണ്. ഇതുപോലെ ഇപ്പൊ സ്റ്റോളുകളൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ ഇടാറുണ്ടോ? സ്റ്റോളുകള് കുടുംബശ്രീന്റെ CDSന്റെ സ്റ്റോള് കിട്ടാറുണ്ട്. പിന്നെ വ്യവസായ വകുപ്പിന്റെ സ്റ്റോള് കിട്ടിയിട്ടുണ്ട്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്, അവിടെ സ്റ്റാള് കിട്ടിയിട്ടുണ്ട്. ഇപ്പം സ്ത്രീകൾക്ക് വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തിക സഹായമൊക്കെ സർക്കാർ തരുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടോ? പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ പല ബാങ്കിൻ്റെയും മാനേജേഴ്സ് പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ ആൾക്കാർ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്ക് പുറത്തുള്ള സ്റ്റാഫൊന്നും ഇപ്പം നിലവിലില്ല. വീട്ടിലുള്ള ആൾക്കാർ, നമ്മുടെ ബന്ധുക്കളും, എൻ്റെ മക്കള്, എൻ്റെ ഉമ്മ ഉപ്പ, പിന്നെ എൻ്റെ ആങ്ങളെൻ്റെ ഭാര്യ. മെയിനായിട്ട് പറയാനുള്ളത് എൻ്റെ ആങ്ങളെൻ്റെ ഭാര്യ ആയിട്ടല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അവളിപ്പം നാട്ടിലില്ല, ഇപ്പം ഖത്തറിലേക്ക് പോയി ഒരാഴ്ച മുൻപ്. ഞങ്ങളൊക്കെ കൂടിയാണ് ഒരുമിച്ചിരുന്നാണ് ചെയ്തത്. ഇങ്ങനെ രാവും പകലും ഇല്ലാണ്ട് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയത്തും നമ്മൾ ഉണർന്നിരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഡോക്ടർ ചെയ്യുന്ന ഒരു സർവീസ് തന്നെയാണ് ശരിക്കും ചെയ്യുന്നത്. നല്ല വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഞങ്ങൾക്ക് എന്ന് കരുതിയാണ് ഓരോ ബാച്ചും ഉണ്ടാക്കുക. നമുക്ക് വേണ്ടിയിട്ട് എന്ന് വിചാരിച്ച്, എനിക്കും എൻ്റെ മക്കൾക്കും അല്ലെ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ബാച്ചും ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് 100% റിസൾട്ടാണ്. ഇപ്പോൾ ഇത് ഓരോന്നും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ സ്വയം അത് പരീക്ഷ നോക്കാറുണ്ടോ? അതെ, ഞാൻ ഓരോ ബാച്ചും ഉണ്ടാകുമ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ലാബൊന്നും സെറ്റ് ചെയ്യാനുള്ള ഫിനാൻഷ്യലി വലിയ സ്റ്റേബിളൊന്നും അല്ല. അപ്പോൾ എല്ലാ ബാച്ച് ഉണ്ടാക്കി കഴിഞ്ഞാലും ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞാലാണ് അത് പാക്ക് ചെയ്യുള്ളൂ. കാരണം അതിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ ഡിമെറിറ്റ്സും ഒക്കെ നമ്മളല്ലേ ആദ്യം അറിയേണ്ടത്. അപ്പം എൻ്റെ അടുത്ത് ഇൻഡസ്ട്രിയൽ ഓഫീസേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനിയുള്ള ലൈസൻസുകൾ, മുകളിലുള്ള കുറേ ലൈസൻസുകളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിലവിൽ 4-5 ലൈസൻസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ ലൈസൻസിന് വേണ്ടി ഞാൻ മുനിസിപ്പാലിറ്റിയിൽ 10 വർഷം. എന്ത് തരത്തിലുള്ള ലൈസൻസുകളൊക്കെയാണ് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ MSME ഉണ്ട്, പാക്കിംഗ് ഉണ്ട്, ഫുഡ് ആൻഡ് സേഫ്റ്റിൻ്റെ ഉണ്ട്, പിന്നെ KSFT ഉണ്ട്. ഇനിയിപ്പോൾ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് എടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇത് എത്തരത്തിലാണ് ഈ ലൈസൻസ് ഒക്കെ ഇപ്പം നിങ്ങൾ കിട്ടിയത്? എങ്ങനെയായിരുന്നു അത്? നമ്മുടെ മുനിസിപ്പാലിറ്റി മുഖാന്തരമാണ് നമ്മൾക്ക് ഇതൊക്കെ ലഭ്യം. അവിടെ അതിനു വേണ്ടി ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ട്. അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ആദ്യമൊക്കെ മുനിസിപ്പാലിറ്റി കയറി ഇറങ്ങി, എനിക്ക് ലൈസൻസ് കിട്ടിയില്ല. പക്ഷെ അവർ പറയുന്നത് അവരെ കാര്യമാണ്, നമ്മളത് ചെയ്യണം. അവർ പറയുന്ന ആ റൂൾസ് നമ്മൾ അനുസരിക്കണം. അപ്പോൾ ഈ 2021-22 സംരംഭക വർഷം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് കുറച്ച് ഇളവുകൾ തന്ന് മിസ്റ്റർ സുധീഷ് സാറാണ് എൻ്റെ അടുത്ത്, നീ ലൈസൻസ് എടുത്തിട്ട് ചെയ്തോടാ, ധൈര്യമായിട്ട് ചെയ്തോ, പിന്നീട് വരും നാളുകളിൽ നിനക്ക് ഇതൊക്കെ വരുമ്പോൾ നീ വലിയ വലിയ ലൈസൻസ് ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ കുടിൽ വ്യവസായം എന്നുള്ള രീതിയിൽ ആ രീതിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഇത്തരത്തിലുള്ള ഔഷധങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതേക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരായിരിക്കണം എന്ന് പൊതുവെ പറയാറുണ്ടല്ലോ. അപ്പം വീട്ടില് അപ്പൂപ്പൻ പാരമ്പര്യ വൈദ്യനാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും എഴുത്തുകളോ അല്ലെങ്കിൽ ഈ താളിയോലകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അറിവ് പകരുന്ന സംഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ? പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് പാരമ്പര്യമായിട്ട് അവരുടെ പൊരുത്താണ് ഏറ്റവും വലുത്. അവർ നമുക്ക് തരുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, നമുക്ക് കൈമാറി തരുന്നത്, അതാണ് എനിക്ക് ഏറ്റവും വലുത്. ഞാൻ ഉപ്പൂപ്പയുടെ എന്താ പറയുക, പ്രിയപ്പെട്ട കൊച്ചുമോളാണ്. അവരെ കൂടെയാണ് ഞാൻ എൻ്റെ ആ ഒരു ടീനേജിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. ഞാനവിടെ ഒരു രാജകുമാരി പോലെ വിലസിയിരുന്നൊരു കാലമായിരുന്നത്. അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഉമ്മ ഉപ്പൂപ്പ മാത്രമായിരുന്നു തറവാട്ടിൽ. ബാക്കി എല്ലാവരും വീടൊക്കെ എടുത്ത് വേറെ സെറ്റിലായി, അടുത്തടുത്ത് തന്നെയാണ്. അപ്പം മൂപ്പര് നന്നായിട്ട് വൈദ്യം പഠിച്ച ആളാണ്. ഞാൻ കണ്ടിട്ടുണ്ട് നാരസിംഹ രസായനവും അതേപോലെ തന്നെ നെല്ലിക്ക അരിഷ്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ലാസ്റ്റ് മരണപ്പെടുന്ന സമയത്ത് പക്ഷാഘാതം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ എല്ലാം ഒന്നും പരീക്ഷിക്കരുത്. നമ്മൾ നന്നായിട്ട് അതിനെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ഔഷധങ്ങളെ പറ്റി ഞാൻ പഠിച്ചു കഴിഞ്ഞാലും എനിക്കറിയുന്ന ഒരുപാട് വൈദ്യന്മാരുണ്ട്. ഞാൻ വടകര സമുദ്രൻ്റെ കീഴിലുള്ള ഹരിതാമൃതം സ്റ്റാളിൽ നിന്ന സമയത്ത് അവിടുന്ന് ഒരുപാട് വൈദ്യന്മാരെ പരിചയപ്പെട്ട്
അതേപോലെ തന്നെ പലരും ഞാൻ എവിടെ പോയാലും വൈദ്യനാണെന്ന് പറഞ്ഞാൽ, ആയുർവേദിക് ഡോക്ടറാണെന്ന് പറഞ്ഞാൽ, അത് ഇംഗ്ലീഷ് മെഡിസിൻ ആയിക്കോട്ടെ, ആയുർവേദിക് മെഡിസിൻ യുനാനി ആയിക്കോട്ടെ, എല്ലാവരും ഏറ്റവും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നമുക്ക് അതിൻ്റെ നല്ല വശങ്ങളും മോശവശങ്ങളും ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ ഞാൻ അതിൻ്റെ റിസർച്ച് സയൻറ്റിഫിക്കലി ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. റിസർച്ച് ചെയ്ത് അതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് പുറത്തിറക്കുള്ളൂ. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, നമുക്ക് ഏറ്റവും നല്ലതാണല്ലേ നമ്മൾ ഉണ്ടാക്കുക. അപ്പം നമ്മൾ ആ ഉണ്ടാക്കുന്ന സാധനമാണ് മറ്റുള്ളവർക്കും കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളവർ, അത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു ഇതാണ്. അവരും അങ്ങനെ തന്നെയാണ്. ഭയങ്കരമായിട്ടും നമ്മൾ യൂസ് ചെയ്യാത്തൊരു സാധനം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുണ്ടും എപ്പോഴും പറയും. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏറ്റവും നല്ലതേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഒരു എത്തിക്സ് എന്നാണ്. ഈ നമുക്കിപ്പോൾ പച്ചമരുന്നുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അത് കിട്ടാനേ ഉണ്ടാവില്ല. അപ്പം നമ്മുടെ തൊടിയിലൊന്നും ഇപ്പോൾ പച്ചമരുന്നുകളോ അങ്ങനെയുള്ള നമുക്ക് ഔഷധങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധനങ്ങളും ഇപ്പം കിട്ടാനില്ല. അപ്പോൾ എങ്ങനെയാണ് സമീറ അതെല്ലാം കളക്ട് ചെയ്യുന്നത്? ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നതാണോ, അതോ നിങ്ങൾക്ക് വല്ല ഔഷധത്തോട്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഔഷധ തോട്ടങ്ങളായിട്ടില്ല, കുറച്ച് ഔഷധങ്ങൾ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലേക്കുള്ള വീട്ടിൽ നമ്മുടെ ആ ഒരു സ്ഥലപരിമിതികൾക്കുള്ളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചന്തയിൽ നിന്ന് തിങ്കളും ചൊവ്വയൊക്കെ വടകര കോട്ടപ്പറമ്പിൽ ചന്ത ഉണ്ടാവും. നല്ല പ്രൊഡക്ട്സ് ആണ് അവർ കൊണ്ടുവന്ന് സെല്ല് ചെയ്യുക. അപ്പോൾ അവർ വൈദ്യന്മാർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രൈസിൽ എനിക്ക് തരും, ബൾക്കായിട്ട് എടുക്കുന്നതുകൊണ്ട്. പിന്നെ നമുക്ക് എല്ലാ സ്ഥലത്തുള്ള മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ഫീഡ്ബാക്ക് കിട്ടൂല. അത് ഉപ്പൂപ്പ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ശ്മശാനത്തിൽ അതുപോലെ തന്നെ പൊതുവഴിയിൽ ഉള്ള ആ ഒരു ഔഷധങ്ങൾക്കൊന്നും ഔഷധ വീര്യം ഉണ്ടാവില്ല. കാരണം മലമുകളിൽ ആളില്ലാത്ത പ്രദേശത്ത് അങ്ങനെയുള്ള സ്ഥലത്തുള്ള ഔഷധങ്ങൾക്ക് നല്ല ഔഷധ ഗുണങ്ങളുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് 100% റിസൾട്ടാണ്. പിന്നെ ഈ അപ്പം ചോദിക്കും ചന്തയിൽ നിന്ന് വാങ്ങുന്നത്, അത് അവർ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് അവർ നട്ട് വളർത്തുന്നതാണ്. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇതാരാണ് കൃഷി ചെയ്യുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, ഏത് സ്ഥലത്താണ് ഇത് ചെയ്യുന്നത് ഒക്കെ ചോദിച്ചിട്ടാണ് ഞാൻ അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ എന്ത് പ്രോഡക്റ്റ്സ് വാങ്ങിയാലും അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളിപ്പം ചെറുകിട സംഭവങ്ങളായിട്ട് ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് സമീറ ഇപ്പം അതിൽ ഒന്നും ചേർക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത് എത്ര കാലം നിലനിൽക്കും, അത് എത്രത്തോളം ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെയുള്ള ലേബലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? അതെ ഉണ്ട്. കാരണം ഏതൊരു മെഡിസിൻ ആയാലും അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവുമല്ലോ. ഞാൻ ഇതുവരെ എനിക്ക് പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് അച്ചാറിൽ വിനാഗിരി ചേർക്കുന്നതല്ലാണ്ട്, പിന്നെ അലോവേര ജെല്ലിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഡിസ്റ്റിലേഷൻ മെത്തേഡിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രിസർവേറ്റീവ് ഉണ്ട്, നമ്മുടെ ഈ റോസ് വാട്ടർ മാതിരി. അത് ചേർക്കാന്നല്ലാണ്ട് വേറെ ഒന്നിലും ഒരു കളറോ അല്ലെങ്കിൽ ഒരു പ്രിസർവേറ്റീവോ ഒരു കെമിക്കലോ ഞാൻ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല, ഇനി ആഡ് ചെയ്യേയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ ഒരു എന്താ പറയുക, ഇപ്പോൾ എല്ലാവർക്കും ഉള്ളതെന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മൾ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറി ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, എല്ലാത്തിലും മായാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് ദോഷമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ എന്ത് കൊടുക്കുന്നു അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ ആളുകളെ പോലെയല്ല, സ്ത്രീകൾ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറയാറുണ്ട്. പിടിച്ചു നിൽക്കാനുള്ള തത്രപ്പാടുകൾ ഉണ്ടാകാറുണ്ട്. സമീറയ്ക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു പ്രൊഡക്ട്സുമായിട്ട് നിൽക്കുമ്പോൾ എന്നെ ഈ ഒരു കോലത്തിലാണ് പലരും കാണുക. ഇതിൻ്റെ പിന്നിലുള്ള എൻ്റെ എഫേർട്ടോ അല്ലെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തതൊന്നും അവരറിയുന്നില്ല. ഒരുപാട് ഉറക്കമൊക്കെ ഒഴിച്ചിട്ടാണ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ, മറ്റുള്ളവരൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു റെസ്റ്റും ഇല്ലാണ്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ട് ഇവിടം വരെ എത്തിയത്. ഹെയർ ഓയിലിൻ്റെ ജോലി എന്നൊക്കെ പറയുന്നത് അത് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. 2 ആഴ്ചത്തെ മെനക്കേടാണ്. ഔഷധങ്ങളൊക്കെ കളക്ട് ചെയ്ത് അത് കിട്ടാത്തതാണെങ്കിൽ ചന്തയിൽ പോയി മേടിച്ച് 33 ഔഷധങ്ങൾ എന്ന് പറയുമ്പോൾ ആ കറക്റ്റ് 33 ഇല്ലേ ഞാൻ ഉണ്ടാക്കൂല. അത് കിട്ടുന്നത് വരെ അതിനുവേണ്ടി പരിശ്രമിക്കും. ഇതിൻ്റെ പാകം ശരിയല്ലെങ്കിൽ വേറെ അസുഖങ്ങൾ വരുമെന്ന് പറയുന്നത് ശരിയാണോ? ഉണ്ട്. ഇത് ഹെയർ ഓയിലിനൊക്കെ ഇപ്പം മൂപ്പ് കൂടി കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ വലിയ പ്രശ്നമാണ്. ആദ്യമൊക്കെ എൻ്റെ കുറേ ഓയിൽസൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, ലാഭങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിലുള്ള പെർഫെക്ഷൻ വരുന്നവരെ നമ്മൾ നഷ്ടവും ലാഭമൊന്നും നോക്കരുത്. നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നമുക്ക് ആ ഒരു റിസൾട്ട് പതിയെ വന്നോളും. എല്ലാം പെട്ടെന്നൊന്നും ഉണ്ടാവില്ല, മെല്ലെ മെല്ലെ ഉണ്ടാവുന്നതിന് ആ ഒരു നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മെല്ലെ മെല്ലെ
അങ്ങ് ഉണ്ടാവലാണ്. സ്ട്രഗിൾ ചെയ്യേണ്ട വന്ന കാര്യം എന്ന് പറയുന്നത്, റെയിൽവേയിൽ ഞാനിത് സെല് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്, ഉള്ള മുടി കൂടെ പൊഴിഞ്ഞു പോവോ, ഉടായിപ്പാണോ, അല്ലെങ്കിൽ നീ ഇത് വേറെ ആളുടെ നിന്ന് വാങ്ങി റീപാക്ക് ചെയ്യുന്നില്ലേ, നിന്നെ കൊണ്ട് ഇത് പറ്റുമെന്നില്ല. എന്നെ കണ്ടാൽ പലരും വിശ്വസിക്കില്ല. കാരണം എനിക്ക് ഇത്ര ഏജ്, എൻ്റെ ഏജ് എത്രയായെന്നുള്ളത് ഞാൻ എല്ലാവരുടെ അടുത്തും പബ്ലിക്കലി പറയുന്ന ഒരു കാര്യം. എനിക്ക് 40 വയസ്സായി. പക്ഷെ ആൾക്കാർ വിശ്വസിക്കില്ല. പലരും പറയും കളവാണ്, നീ നിൻ്റെ പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കളവാണ്. അത് ഞാൻ ഒരുപാട് ഫേസ് ചെയ്തൊരു കാര്യമാണ്. പക്ഷേ അവർ എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ച ആളുകൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും അധികം ആക്റ്റീവ് അല്ല, അപ്പോൾ അവർ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മറ്റൊരാളടുത്ത് പറഞ്ഞിട്ടാണ് എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ്, ഇപ്പം നിലവിൽ ഇപ്പോൾ എനിക്ക് വന്ന ഒരു 75,000-ൽ കൂടുതൽ കസ്റ്റമേഴ്സ് എൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ പലരും ഫീഡ്ബാക്സ് തന്നിട്ടുണ്ട്. ആരും കച്ചറയാക്കാൻ വന്നിട്ടില്ല. അപ്പം അതിനർത്ഥം അവർക്ക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഫീഡ്ബാക്ക് തരാനും പലർക്കും മടിയാണ്. ഞാൻ ചോദിച്ചാൽ പോലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, ഉപയോഗിക്കലുണ്ട്, സൂപ്പറാണ്, ഞങ്ങളുടെ ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അത് വാട്സപ്പിലൊന്ന് എഴുതി അയച്ചുതരാൻ പറഞ്ഞാൽ പലർക്കും മടിയാണ്. അപ്പം ഞാൻ എനിക്ക് അത്രയും നമ്മളടുത്ത് അവർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, അവരൊക്കെ ഫീഡ്ബാക്കൊക്കെ തരും. പിന്നെയുള്ള സ്ട്രഗിൾ എന്ന് പറയുന്നത് എന്നോട് തന്നെയാണ് ഞാൻ സ്ട്രഗിൾ ചെയ്തത്. കാരണം എൻ്റെ ഈ അസുഖം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഉറക്കം ഒഴിഞ്ഞിട്ട് ഇയർ ബാലൻസ് പോയി, തലകറക്കം വന്ന്, വോമിറ്റിംഗ് ടെൻഡൻസി വന്ന്, ഇടയ്ക്കിടയ്ക്ക് ഈ UTI തലപൊക്കും. അതെൻ്റെ ശരീരത്തിൽ നിന്ന് ഒരിക്കലും പോവില്ല, തൈറോയ്ഡ് ഒരിക്കലും പോവില്ല, അതെനിക്കറിയാം, ഞാൻ ആക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് ഈ ജോലി വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഇന്ന് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്ന ഒരു പ്രൊഡക്റ്റാണ്, അവരെന്നെ വിശ്വസിച്ചാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മളത് തീരുമ്പോഴത്തേക്കും റീസ്റ്റോക്ക് ചെയ്യണം. പലപ്പോഴും ഹെയർ ഓയിൽ തീർന്നു പോയിട്ട് ആൾക്കാർ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിത് തേച്ച് പുരട്ടിയൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്ക് നീ അത് സ്റ്റോപ്പ് ചെയ്തതാണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലൈസ് ആണ്, എനിക്കത് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. പക്ഷെ അവരുടെ അടുത്ത് അത് പറയാൻ പറ്റില്ലല്ലോ. അവരും കൂടെ നമ്മൾ ഒരിക്കലും ഒരാളെ നമ്മൾ ഒരു വാക്കുകൊണ്ട് പോലും, അപ്പം ഞാൻ അങ്ങേയറ്റം എനിക്ക് തീരെ വയ്യെങ്കിലും ഞാൻ ചിരിച്ച് കളിച്ച്, നമ്മൾ ഇൻറ്റേർണലി കരയുന്നുണ്ടാവും, എന്നാലും മറ്റുള്ളവരുടെ അടുത്ത് ചിരിച്ച് കളിച്ച് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള 2-3 അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അവർക്ക് കിട്ടാഞ്ഞിട്ടാണ് അവർ നല്ലതായിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഫോണിൽ വിളിച്ച് ഇനി നിങ്ങളുടെ ഹെയർ ഓയിൽ മേടിക്കുന്നില്ല, ഞങ്ങൾ പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതിന് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്ത് പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ സന്തോഷമാണ് തോന്നിയത്. എന്നിലുള്ള ആ ഒരു എന്താ പറയുക, എന്നിലുള്ള വിശ്വാസവും എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഗുണമേന്മയും കൊണ്ടാണല്ലോ അവരങ്ങനെ പറയുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ ഈ ഇഞ്ചക്ഷൻ മേടിച്ച് കിടക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള കുറേ സ്ട്രഗിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പം വെറും ഒരു സമീറയല്ല, ഒരു സംരംഭകയായ ഒരു സമീറ എന്നുള്ളൊരു മാറ്റം വന്നല്ലോ. അപ്പം അങ്ങനെ ഒരു സമീറയെ സ്വയം വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് തോന്നുക? ഞാൻ ഇപ്പോൾ ഇവിടെ എത്താൻ പോലും കാരണമായിട്ടുള്ള ഒരു കാരണമുണ്ട്. QBG, ക്യൂൻസ് ബിസിനസ് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എല്ലാവരും പൊതുവേ പറയാം, 2 പെണ്ണുങ്ങൾ കൂടിയാൽ അവിടെ തല്ലും അസൂയയും കുശുമ്പും കുന്നായ്മയാണെന്ന് പറയും. പക്ഷേ 3000-ഓളം സംരംഭകരായ സ്ത്രീകളെ ഒന്നിച്ച് ഒരു കുടക്കീഴിലാക്കി അവിടെ കളിയും ചിരിയും തമാശയായിട്ട് അവരെ ശക്തിപ്പെടുത്തുന്ന 5 പില്ലേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക്. സന്ധ്യയാണ് മെയിൻ. സാൻഡിയെ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്താ പറയുക, എനിക്ക് സാൻഡിയെ നേരിട്ട് പരിചയമൊന്നുമില്ല. ഞാൻ രേഖ ചേച്ചി വഴിയാണ് ഇതുപോലെ വ്യാവസായിക എക്സ്പോ ഇല്ലേ, അവിടുന്ന് രേഖ ചേച്ചിയെ പരിചയപ്പെട്ടു. ചേച്ചി വഴിയാണ് ഞാൻ QBGയിൽ അംഗമാവുന്നത്. അപ്പോൾ എനിക്ക് ആദ്യ നാളുകൾ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞങ്ങൾ അവിടെ ഒരു സ്പോൺസർ ഗ്രൂപ്പൊക്കെ ഉണ്ട്. ശരിക്കും പറയാൻ വെച്ചാൽ നമുക്ക് ഫിനാൻഷ്യലി ഒന്നും വേണമെന്ന് ഇല്ല, അത്രയും മെൻ്റലി ഭയങ്കര സപ്പോർട്ടാണ്. ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടാൽ ഇത്രയും നല്ല പെണ്ണുങ്ങൾ ഈ ലോകത്തുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പം ഞാൻ ഈ ചെയ്യുന്ന ഒരു വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, എനിക്ക് തോന്നുന്നു 10-25 ആൾക്കാരാ എനിക്ക് പരിചയമുണ്ട്. പക്ഷെ നമ്മൾക്ക് ആരോടും കുശുമ്പും ഇതൊന്നും ഇല്ല. നമുക്കുള്ളത് നമുക്ക് കിട്ടും, അവർക്കുള്ളത് അവർക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങളാണ്, എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഇനി ബാക്കി ഇതിൽ ചെയ്യാനുള്ളത്? എനിക്ക് ഇനിയും നേരത്തെ പറഞ്ഞ പോലെ ഇനിയും ലൈസൻസ് എടുക്കാനും മാത്രമുള്ള അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതെ, ഇനിയും ഒരുപാട് പ്രൊഡക്ട്സ് വിപണിയിലേക്ക് എത്താനുണ്ട്. എൻ്റെ ആ ഒരു
ആരോഗ്യ പരിമിതിക്കുള്ളിൽ ആയതുകൊണ്ടാണ് എനിക്കത് പുറം ലോകം കാണിക്കാൻ കഴിയാത്തത്. പലരും പല പ്രൊഡക്റ്റും, ഈ മുക്കുറ്റി ലേഹ്യം അത് ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ്. എൻ്റെ മകനെ എന്നും രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തുമ്മലാണ്. തുമ്മി ഇങ്ങനെ സ്നീസിങ് ആയിട്ട് നടക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമല്ലേ, അമ്മമാർക്കല്ലേ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ അത് എന്നെ വല്ലാണ്ട് അലട്ടിയ ഒരു സംഭവമാണ്. അതുപോലെ എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ട്സ് ഉണ്ടാക്കി തരുമെന്ന് ഇങ്ങോട്ട് ചോദിക്കും. അങ്ങനെയാണ് ഞാൻ ആ ഒരു മുക്കുറ്റി ലേഹ്യം, എനിക്ക് തോന്നുന്നു ഞാൻ 2 പേർക്ക് ആകെ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ മോനും കൂടാണ്ട് വേറെ പുറത്തുള്ള 2 പേർക്കേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അവർ 100% റിസൾട്ടാണ്. ഈ തുമ്മൽ 2 ദിവസം തന്നെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് തുമ്മൽ പൂർണ്ണമായിട്ടും. പക്ഷെ 41 ദിവസം അല്ലെ 3 മാസം, 41 ദിവസം 3 മാസം അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അത് 100% പക്ക റിസൾട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് വിപണിയിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ ആരും അറിയാണ്ട് കുറച്ച് ചാരിറ്റി സോഷ്യൽ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഒന്നും ശല്യം ചെയ്യാണ്ട് ഇങ്ങനെയുള്ള കുറച്ച് ചാരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ഈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ ഉള്ളൊരു സാമ്പത്തികമൊക്കെ അതൊക്കെ ആയോ ശരിക്കും? അതിൽ നിന്ന് വരുമാനങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടോ? സാമ്പത്തികം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ഒരു ആവറേജ് നിൽക്കുന്ന ആൾക്കാരാണ്. അത്ര വലിയ എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയൊക്കെ ഹൈ സ്റ്റാൻഡേർഡ് ഫാമിലിയാണ്. അവരൊക്കെ ആവറേജും അല്ല, വായിൽ സ്വർണ്ണക്കരൻ്റെ ഏരിയ ജനിച്ച ആൾക്കാരാണ്. പക്ഷെ നമ്മളെ തലമുറകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ഒരു ആവറേജ് പേഴ്സൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന് വേണ്ടിയിട്ട് നീക്കി വെക്കാൻ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മാസത്തിൽ ചിലവിന് തരുന്ന ആ ഒരു തുകയിൽ നിന്നും നമുക്ക് ലാവിഷാക്കാനൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മിച്ചം വെച്ച് ഉണ്ടാക്കിയ ആ ഒരു തുകയിൽ നിന്നാണ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 6000 രൂപയിൽ നിന്നാണ് ഫസ്റ്റ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ്. ഹെയർ ഓയിലിൻ്റെ സാധനങ്ങളൊക്കെ അന്നൊക്കെ നല്ല വില കൊടുത്താണ് മേടിച്ചത്. കാരണം നമുക്ക് ഈ ഒരു ഹോൾസെയിൽ പ്രൈസിനൊന്നും കിട്ടൂല. കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കിയിരുന്നത്. ഒരു 5 ലിറ്റർ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് 1 ലിറ്ററാണ്. അതെൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി. പിന്നീട് 5 ലിറ്ററാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് ആ ഒരു ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചായി. ബോട്ടിൽസ് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന് അറിയില്ല. എനിക്കൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാനിങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. ശരിക്കും പറയാന്ന് നമുക്ക് എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമാണ് സമീറ. ഒരു ചെറിയൊരു കുടിൽ വ്യവസായത്തിൽ നിന്ന് ഒന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും എല്ലാവർക്കും എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംരംഭം സമീറ തുടങ്ങുന്നത് തന്നെ, അല്ലേ? അപ്പോൾ അത് ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ഇനിയും എല്ലാവിധ എന്താ പറയുക ഉയർച്ചകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.